കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ. ലഹരിയെ ചെറുക്കാം. ലോകം ഇന്ന് വീണ്ടും ഒരു മയക്കുമരുന്ന് വിരുദ്ധ ദിനം ആചരിക്കുമ്പോൾ ആ മഹാവിപത്തിനെതിരെ ശ്രദ്ധേയമായ പോരാട്ടത്തിലാണ് കേരളം. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ ലഹരിക്കെതിരായ ഊർജ്ജ നടപടികൾ പ്രഖ്യാപിച്ച് നടപ്പാക്കി വരികയാണ് സംസ്ഥാനത്തെ പുതിയ സർക്കാർ. കുറച്ചു കാലമായി സംസ്ഥാനം വ്യാപകമായ തോതിൽ മയക്കുമരുന്നിന്റെ, പ്രത്യേകിച്ച് രാസലഹരിയുടെ പിടിയിലാണ്. കൗമാരക്കാരാണ് ഇതിന്റെ പ്രധാന ഇരകൾ എന്ന് ദുരന്തത്തിന്റെ മാനം വർദ്ധിപ്പിക്കുന്നു. എങ്ങനെയാണ് രാസലഹരി നമ്മുടെ കൗമാരക്കാരെ കുരുക്കിലാക്കുന്നതെന്ന് നാടി വ്യസനത്തോട് ചിന്തിക്കുകയാണ്. കേരളത്തിൽ രാസലഹരിയുടെ ആവശ്യക്കാർ വർദ്ധിക്കുന്നുണ്ടെന്നും ഇത് എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണെന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ. നമ്മുടെ സ്കൂൾ, കോളേജ് പരിസരങ്ങളും ബസ് സ്റ്റാൻഡുകളും ഒക്കെ രാസലഹരിയുടെ ഇടപാടു കേന്ദ്രങ്ങളായി മാറി. ഞെട്ടലുണ്ടാക്കുന്ന സ്ഥിതി വിശേഷമാണിത്. ഓപ്പറേഷൻ തൂഫാനിൽ റെയ്ഡുകളും അറസ്റ്റുകളും വിപുലമായി നടന്നു വരുന്നുണ്ട്. സംസ്ഥാനത്തെ ലഹരി വല ഇറക്കാൻ ആ ദൗത്യത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അതേസമയം കുട്ടികളെ ലഹരിയിലേക്ക് തിരിയാതിരിക്കാനുള്ള പ്രാഥമികമായ കരുതലുണ്ടാകേണ്ടത് കുടുംബങ്ങളിൽ നിന്നു തന്നെയാണ്. തിരക്കുപിടിച്ച ജീവിതത്തിൽ യാന്ത്രികത കുടുംബജീവിതത്തെ ബാധിച്ചപ്പോൾ വളർന്നു വരുന്ന മക്കൾക്കായി വേണ്ടത്ര സമയം നീക്കിവെക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കാതെയായി. കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ചേർത്തുപിടുത്തവും അതു നൽകിയിരുന്ന സുരക്ഷിതത്വ ബോധവും ഇന്നു പഴങ്കഥയായി മാറി. മനഃശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്നത് പോലെ ഗുണനിലവാരമുള്ള സമയം മക്കൾക്കായി നീക്കിവെക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവുക തന്നെ വേണം. കുട്ടികളുടെ സൗര്യം കെടുത്തുന്ന അമിത ഉപദേശവും ശാസനയും സംശയദൃഷ്ടിയുമല്ല വേണ്ടത്. മാതാപിതാക്കളുടെ ആശ്ലേഷങ്ങളിൽ അവർ ബന്ധിതരാകണം. കുടുംബത്തിന്റെ സ്നേഹചതുരത്തിന്റെ ചേർത്തു നിൽക്കുന്നതാണെന്നു സന്തോഷമാണ് കുട്ടികൾ തിരിച്ചറിയണം. ആ പാകത്തിൽ അവരെ സമീപിക്കുകയെന്ന വെല്ലുവിളിയാണ് മാതാപിതാക്കൾക്ക് മുന്നിലുള്ളത്. ആ പരീക്ഷണത്തിൽ മാതാപിതാക്കൾ തോറ്റുപോകാതിരിക്കുക. കുട്ടികളുടെ ഇപ്പോഴത്തെ പോക്കിൽ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുകയാണ് അധ്യാപകർ. ഒന്നിനും ഇടപെടാനില്ല എന്ന പരാജയബോധം അവരിൽ പിടിമുറുക്കിയിരിക്കുന്നു. പക്ഷേ അത് വളർന്നു വരുന്ന തലമുറയോട് ചെയ്യുന്ന തെറ്റല്ലേ എന്ന് അധ്യാപക സമൂഹം ഗൗരവപൂർവ്വം ആലോചിക്കണം. മാതാപിതാക്കൾക്കെന്ന പോലെ അധ്യാപകർക്കും കുട്ടികളെ സ്നേഹപശത്താൽ ബന്ധിതരാക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അത് മനസ്സറിഞ്ഞു ചെയ്യുമ്പോൾ മാത്രമാണ് അവർ മാതൃകാ അധ്യാപകരാകുന്നത്. നാടിനെയും വളർന്നു വരുന്ന തലമുറയെയും ലഹരി വലയിൽ നിന്നും മോചിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ആത്മാർത്ഥതയാണ് പുതിയ സർക്കാരും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ തങ്ങളാലാകുന്ന വിധത്തിൽ ലഹരി വിരുദ്ധ വിപത്തിനെതിരെ അണിനിരക്കണം. മയക്കുമരുന്ന് ഉപയോഗത്തിൽ അകപ്പെട്ടു പോയവരെ ആ ശീലത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മനഃശാസ്ത്ര ചികിത്സയിൽ അടക്കമുള്ള സൗകര്യങ്ങൾ വിപുലപ്പെടുത്താനും സർക്കാർ ശ്രദ്ധ വെക്കണം. സർവോപരി കൗമാര മനസ്സുകളെ ശാന്തമാക്കുന്ന സ്നേഹമന്ത്രങ്ങൾ വീട്ടടങ്ങളിൽ ഉയരുകയും വേണം.